ഇണ്ണിയാളെ അങ്ങനെ എല്ലാവരും പറയുന്നിട്ട് കണ്ട് ഞമ്മളും അങ്ങനെ ഡൽഹിയിലെത്തി. എല്ലാവരും ഇങ്ങനെ പറയും ഡൽഹിയിൽ ചെന്നാൽ മതി, അവിടെ റോഡ് സൈഡിൽ വണ്ടി ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടാവും, നാട്ടിൽ പകുതി പൈസക്ക് ഇവിടെ എത്തിയാൽ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ മണ്ടാന്ന്. അങ്ങനെ അത് വിചാരിച്ച് ഞമ്മളും ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ ചങ്ങായിമാരെ അറിയണത് വണ്ടി വന്നാലൊന്നും വണ്ടി ഇട്ടൂല. ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പേരിന് ഡൽഹിയിൽ നിന്ന് തന്നെ ഉള്ളൂ, ഇവിടെ ഒന്നും അടുത്ത് വണ്ടിയില്ല. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഉത്തർപ്രദേശ് പോകേണ്ടി വരും, ചിലപ്പോൾ അവിടുന്ന് ഹരിയാനയിൽ പോകേണ്ടി വരും, പഞ്ചാബ് പോകേണ്ടി വരും, ലക്നൗവിലൊക്കെ പോകേണ്ടി വരും. ഇങ്ങനെ നടന്ന് തെണ്ടിയിട്ടൊക്കെയാണ് ഈ ഇന്നയാളെ ഇവിടുന്ന് ആൾക്കാർ വണ്ടി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങോട്ട് മണ്ടിങ്ങാണ്ട് ഇവിടെ വന്നാണ്ട് വണ്ടി ഇട്ടെന്ന് വിചാരിച്ചാണ് ഒക്കെ പാടങ്ങോട്ട് വണ്ടി കയറാൻ നിൽക്കണ്ട. നോക്കിയാൽ നിങ്ങൾ വേസ്റ്റിൻ്റെ കൂട്ടാണ് ആ വലിയൊരു മല. ഇവിടെ വന്ന ഇപ്പോൾ ചങ്ങായിമാരെ അള്ളാൻ്റെ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഒരു നാടുണ്ടെന്നുള്ളത് കാണുന്ന വേണം കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ വന്ന് ജനങ്ങൾ ജീവിക്കുന്നതും. ഇവിടുന്ന് നമ്മളെ നാട്ടിലെ ചങ്ങായിമാർ ഇവിടെ വന്ന് വണ്ടി കൊണ്ടുപോകണം, ഒക്കെ താമരയാണ് താമര. ഇവിടെ വന്ന് വണ്ടി കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെ കേട്ടോ ഇവിടെ വന്ന് വണ്ടി കൊണ്ടുപോകണത്. അങ്ങനെ വരും ലാഭമൊന്നും ഇവിടുന്ന് നമ്മളെ നാട്ടിലേക്ക് വണ്ടി കൊടുന്ന ആരും കിട്ടുന്നില്ല. അത് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വണ്ടി തരാൻ നിൽക്കണ്ട. വണ്ടി ഉണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടി ഉണ്ട്, അതിന് നല്ല കായും കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഡൽഹി വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റ് കേട്ടോ. ഫ്ലാറ്റൊക്കെ ബമ്പം ഫ്ലാറ്റാണ്, 27 നിലയേറ്റുണ്ട് ഈ ഫ്ലാറ്റ്. ഇതിൽ 7ാമത്തെ 8ാമത്തെ നിലയിലേക്കാണ് നമ്മൾ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് നോക്കിയാൽ തല അങ്ങോട്ട് കറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.